ലിപ്സ്റ്റിക്കുകളും അതുപോലെ 6 നിറങ്ങളിലുള്ള നെയിൽ പോളിഷുകളും ഒരു ഐലൈനറും ഒരു മസ്കാരയും ഒരു കാജലുമാണ് അറ്റ് പ്രസന്റ് ഇപ്പോൾ നമുക്ക് കമ്പനി ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ തന്നെയാണ് ഇതെല്ലാം. അപ്പൊ നെയിൽ പോളിഷ് നമ്മൾ പൊതുവെ എന്താ പറയാ മുസ്ലിംസ് അധികം യൂസ് ചെയ്യാറില്ല, പക്ഷെ ഇപ്പോ എനിക്ക് തോന്നുന്നു നെയിൽ പോളിഷും ഇപ്പോൾ കോമൺലി യൂസ് ചെയ്യാറുണ്ട് ചില ആളുകൾ എന്നുള്ളത്. അപ്പോൾ എല്ലാ പ്രൊഡക്റ്റുകളും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. ഈ ഒരു ഹാലോ ബ്രാൻഡ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാരിലേക്ക് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റിനെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ കമ്പനി ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഡെയിലി വെയർ ആയിട്ടും ദിവസവും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു പാർട്ടി ഒക്കെ വരുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഷെയ്ഡുകളുമാണ് നമ്മളുടെ കമ്പനി നമുക്ക് വേണ്ടിയിട്ട് ഇറക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളുടെ കമ്പനി ഏറ്റവും കൂടുതൽ റിലേ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഷ്യസ് ബ്യൂട്ടി. കോൺഷ്യസ് ബ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഒരുപാട് ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് വീഗൻ ഫ്രീ ആയിട്ടുള്ള വീഗൻ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ എന്നുള്ളത്. വീഗൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൃഗങ്ങളുടെ ശരീരത്തിൽ പരീക്ഷണം നടത്താത്ത ഒരു മൃഗത്തെ പോലും എന്താ പറയാ നമ്മള് ഹാം ചെയ്യാണ്ട് എന്നൊക്കെ പറയില്ലേ, ഉപദ്രവിക്കാതെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ്. പല കമ്പനികളും അങ്ങനെ ചെയ്യാറുണ്ട്. അവരുടെ എന്താ പറയാ ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് അവരുടെ സ്റ്റഡിയുടെ ഭാഗമായിട്ട് മൃഗങ്ങളുടെ മുകളിൽ അവരത് പരീക്ഷണം നടത്തിയിട്ട് മൃഗങ്ങൾക്ക് പല പ്രശ്നങ്ങളും വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് ചെയ്യാത്ത ബ്രാൻഡുകളാണ് വീഗൻ ഫ്രീ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് നമ്മളുടേത്. അതുപോലെ തന്നെ നമുക്ക് പറയാനായിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കളർ വേരിയേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് കളർ റേഞ്ചസ് നമുക്ക് വരുന്നുണ്ട്. നല്ല ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേഞ്ചിലാണ് ഇതെല്ലാം നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഐ ഐ കെയർ, നമ്മളുടെ ഐ റേഞ്ചിൽ വരുന്ന കണ്ണിന് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ആയിട്ട് നമുക്ക് വരുന്നത് ഫസ്റ്റ് ഹാലോയുടെ ഐലൈനർ ആണ്. ഐലൈനർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ണിന് മുകളിൽ എഴുതുന്ന, കണ്ണിന്റെ മുകൾ ഭാഗങ്ങളിൽ എഴുതുന്ന കൺമഷിയാണ് നമ്മൾ ഐലൈനർ. കുറച്ചുകൂടി വെള്ളം പോലെ ഇരിക്കും കുറച്ച്. ഇനി അടുത്തതായിട്ട് കാജലാണ്. കാജൽ നമുക്ക് വരുന്നത് കുറച്ചും കൂടെ കണ്ണിന്റെ അടിയിലും ഉൾഭാഗങ്ങളിലാണ് നമ്മൾ കാജൽ കൂടുതലായിട്ട് അപ്ലൈ ചെയ്യാറ്. അപ്പൊ അത് നമുക്ക് റിട്രാക്റ്റബിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ മുകളിലേക്കും താഴേക്കും വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള റിട്രാക്റ്റബിൾ ആയിട്ടുള്ള കാജലാണ് നമുക്ക് വരുന്നത്. അങ്ങനെയുള്ള കാജൽ വളരെ നല്ലതാണ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അധികം നമ്മൾ തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാലും ആ ഒരു ഭാഗം മാത്രമാണ് അറ്റ്മോസ്ഫിയറുമായിട്ട് അല്ലെങ്കിൽ പ്രകൃതിയുമായിട്ട് എന്താവുന്നുള്ളൂ ബന്ധത്തിലാവുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബാക്ടീരിയാസും അതുപോലെ തന്നെ അതിലെന്തെങ്കിലും പൊടികളൊക്കെ വരുന്ന അളവ് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ റിട്രാക്റ്റബിൾ കാജൽസ് യൂസ് ചെയ്യുന്നത്. അതിന് നമുക്ക് റേറ്റ് നമുക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ക്രീനിൽ കാണാം. ഐലൈനറിന് നമുക്ക് 375 നമുക്ക് MRP വരുന്നത്. കാജലിന് നമുക്ക് 350 വരുന്നത്. ഇനി നമ്മൾ മസ്കാര നോക്കുകയാണെന്നുണ്ടെങ്കിൽ 475 വരുന്നത്. മസ്കാര എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കൺപീലികൾക്ക് നീളം നൽകാനായിട്ടാണ് നമ്മൾ മസ്കാര ഉപയോഗിക്കുന്നത്. നമ്മുടെ കൺപീലി നമുക്ക് നീളം ഉണ്ടായിരിക്കും, പക്ഷെ ഒന്നുകൂടെ അതിന് നീളം നൽകാനും നല്ല കട്ടിയുള്ളതായിട്ട് തോന്നിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ മസ്കാര ഉപയോഗിക്കുന്നത്. അത് ഈ 3 പ്രൊഡക്റ്റുകളും ഉപയോഗിച്ചാൽ തന്നെ നമ്മളുടെ കണ്ണിന് വളരെ മനോഹരമായിട്ട്, ഓൾറെഡി നമ്മുടെ കണ്ണിന് നല്ല മനോഹാരിത ഉണ്ടാവും, പക്ഷെ അതിനൊന്നുകൂടി കൂട്ടാനായിട്ട് ഈ പറയുന്ന പ്രൊഡക്റ്റുകൾ നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് നമുക്ക് വരുന്ന റേഞ്ച് നമ്മളുടെ ലിപ്സ്റ്റിക്, ലിപ് റേഞ്ചിലാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ പറഞ്ഞു 5 ഷെയ്ഡ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. 325 രൂപയാണ് നമ്മളുടെ MRP വരുന്നത്. അത് ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണ്. ബുള്ളറ്റ് ലിപ്സ്റ്റിക് എന്നതിനുപരി എനിക്ക് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് ക്രം ലിപ്സ്റ്റിക് എന്നുള്ളതാണ്. ക്രം ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്രീം ഫോർമാറ്റിൽ വരുന്ന
ലിപ്സിന് വളരെ മോയ്സ്ചറൈസിങ് നൽകുന്ന രീതിയിലുള്ള ലിപ്സ്റ്റിക്കിനെയാണ് നമ്മൾ ക്രെം ലിപ്സ്റ്റിക് അല്ലെങ്കിൽ ബുള്ളറ്റ് ലിപ്സ്റ്റിക് എന്നൊക്കെ പറയുന്നത്. ബുള്ളറ്റ് ലിപ്സ്റ്റിക് നമുക്ക് മാർക്കറ്റിൽ പല ടൈപ്പ് ഓഫ് ലിപ്സ്റ്റിക്സ് നമുക്ക് അവൈലബിൾ ആണ്. ബുള്ളറ്റ് ലിപ്സ്റ്റിക്സ് ഉണ്ട്, ലിക്വിഡ് ലിപ്സ്റ്റിക്സ്, മാറ്റ് ലിപ്സ്റ്റിക്സ്, ഗ്ലോസസ്, അങ്ങനെ നമുക്ക് പല രീതിയിലുള്ള ലിപ്സ്റ്റിക്സ് നമ്മൾക്ക് അവൈലബിൾ ആണ്. അതിൽ ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണ് നമ്മുടെ കമ്പനി ഇറക്കിയിട്ടുള്ളത്. ഓരോ സ്ലൈഡായിട്ട് കാണിച്ചു തരാൻ പറ്റുമോ ചോദിക്കുന്നുണ്ട്. ഓരോ സ്ലൈഡായിട്ട് കാണിച്ചു തരാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട്. അത് ആവശ്യമുള്ള ആൾക്കാരൊന്ന് സൂം ചെയ്ത് വലുതാക്കി കിട്ടുമല്ലോ. അല്ലേ? ഓക്കെ, ഞാൻ ചെയ്തിട്ടുണ്ട് സർ. ഷെയ്ഡ് നമുക്ക് ഇങ്ങനെ നമ്മുടെ ലിപ്സ്റ്റിക്കിന്റെ കവറിങ്ങിൽ മുകളിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് L1, L2, L3, L4, L5 എന്ന് പറഞ്ഞിട്ട് 5 ഷെയ്ഡ്സ് ആണ്. അതിൽ L1 വരുന്നതാണ് നമുക്ക് ബർഗണ്ടി ബേബ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഞാൻ നിങ്ങൾക്ക് അത് വീഡിയോ ആയിട്ട് ലൈവായിട്ട് ഞാൻ കാണിച്ചു തരാം ഓരോ ലിപ്സ്റ്റിക്സും. അതുപോലെ തന്നെ സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് വരുന്നത് കാരമൽ കാൻഡി എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്, കാരമൽ കാൻഡി. അതുപോലെ തേർഡ് ലിപ്സ്റ്റിക് കോറൽ പിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡും, നാലാമത്തെ ലിപ്സ്റ്റിക് റേഡിയൻറ്റ് റെഡ് എന്ന് പറയുന്ന ഷെയ്ഡും, ലാസ്റ്റ് ലിപ്സ്റ്റിക് സ്പൈസി സിനമൺ എന്ന് പറയുന്ന ഷെയ്ഡുമാണ്. 4 ഗ്രാമാണ് നമുക്ക് ഒരു ലിപ്സ്റ്റിക് വരുന്നത്. അത്യാവശ്യം അഫോർഡബിൾ ആണ്. ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കമ്പയർ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ അതാണ് നമ്മളുടെ ലിപ്സ്റ്റിക് റേഞ്ചസ് വരുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മളുടെ നെയിൽ പോളിഷ്, നെയിൽ റേഞ്ചസിൽ വരുന്ന നമുക്ക് 6 ഷെയ്ഡ്സ് ആണ് എന്ന് പറഞ്ഞു. അതിൽ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നമ്മളുടെ മജന്ത ഷെയ്ഡിൽ വരുന്ന മജന്ത മാജിക് എന്ന് പറഞ്ഞിട്ടുള്ള നെയിൽ പോളിഷ് ആണ്. 200 രൂപയാണ് നമ്മളുടെ നെയിൽ പോളിഷിന് പ്രൈസ് വരുന്നത്. 10 ml ആണ് ഒരു ബോട്ടിൽ വരുന്നത്. ഓക്കെ, സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് മിസ്റ്റിക് മെറൂൺ, തേർഡ് ഷെയ്ഡ് ഓഷ്യൻ ബ്ലൂ, ഫോർത്ത് ഷെയ്ഡ് പിങ്ക് പോപ്പ്, അതുപോലെ ഫിഫ്ത്ത് ഷെയ്ഡ് ഗോൾഡൻ റഷ്, ലാസ്റ്റ് ഷെയ്ഡ് റൂബി റെഡ്. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗോൾഡൻ റഷും അതുപോലെ തന്നെ മജന്ത മാജിക് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ്. അപ്പൊ അത് യൂസ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത് മനസ്സിലാവും. ഒറ്റ കോട്ട് ഇട്ടാൽ തന്നെ നമുക്ക് നല്ല, ചില നെയിൽ പോളിഷിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് 1ഉം 2ഉം 3ഉം പ്രാവശ്യം ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാലാണ് കറക്റ്റ് കളറ് കാണുള്ളൂ, അല്ലെങ്കിൽ അത്രയും പെർഫെക്ഷൻ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇത് ഏകദേശം ഫസ്റ്റ് കോട്ടിൽ തന്നെ നമുക്ക് നല്ല കവറേജും നല്ല കളറും നമുക്ക് ഇന്റൻസ് ആയിട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഐലൈനറിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ളതാണ് ഇതിൽ നമുക്ക് ബ്ലാക്ക് വെൽവെറ്റ് കളക്ഷനിലാണ് ഈ ഐലൈനർ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. നല്ല പ്രിസൈസ് ആയിട്ട് വളരെ ചെറിയ ബ്രഷാണ് നമുക്ക് ഈ ഒരു ഐലൈനറിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ മനോഹരമായിട്ട് കണ്ണ് എഴുതാനായിട്ട് സാധിക്കും. ചെറിയ ടിപ്പുള്ള, അത് നമ്മൾ പലപ്പോഴും ഐലൈനർ മേടിക്കുന്ന സമയങ്ങളിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചാണ് മേടിക്കാറ്. അതിന്റെ ബ്രഷിന്റെ ടിപ്പ് വളരെ ചെറുതല്ലേ, നമുക്ക് സുഖമായിട്ട് നമുക്ക് എന്താ പറയാ അത് വരയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ പ്രിസൈസ് ഗ്ലൈഡിങ്ങിനും ഇന്റൻസ് ഫിനിഷിനും നമുക്ക് അത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള ബ്രഷസും അതുപോലെ തന്നെ നല്ല ബ്ലാക്ക് ഷെയ്ഡാണ്. ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഞാൻ ഇന്ന് യൂസ് ചെയ്തിട്ടുള്ള മേക്കപ്പും നമ്മളുടെ കമ്പനിയുടെ മേക്കപ്പ് തന്നെയാണ്. ഞാൻ കണ്ണെഴുതിയിട്ടുള്ള ലിപ്സ്റ്റിക് ഒക്കെ നമ്മളുടെ കമ്പനിയുടെ പ്രൊഡക്റ്റ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പ്രിസൈസ് ഗ്ലൈഡിംഗ് ആണ്, ഇന്റൻസ് ഫിനിഷ് ആണ്. അതുപോലെ തന്നെ ഇതിൽ മെയിൻ ആയിട്ട് പറയാനായിട്ടുള്ളത് റോസ് എക്സ്ട്രാക്ട് ആണ്. ഓക്കെ, റോസ് എക്സ്ട്രാക്ട് ആണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. അത് നമുക്ക് സ്മൂത്ത് ആയിട്ട് വളരെ ആയാസത്തിൽ നമുക്ക് അത് ഉപയോഗിക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട്. സ്മഡ്ജ് പ്രൂഫ് ആണ്, എന്ന് വെച്ചാൽ പരക്കില്ല. വാട്ടർ പ്രൂഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം തട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ മാഞ്ഞു പോവില്ല. അത്രയും ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നമുക്ക് കുറെ നേരം നമുക്ക് നീണ്ടു നിൽക്കുന്ന ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഞാനത് യൂസ് ചെയ്തു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ പ്രത്യേകം എന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് പ്രൊഡക്റ്റുകൾ ഞാൻ ഓൾറെഡി ഹജറ മാഡം പറഞ്ഞിട്ടുണ്ടോന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പല പ്രൊഡക്റ്റുകളും നമ്മൾ
യൂസ് ചെയ്യും, അങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കും ഏറ്റവും നല്ലത് ഏതാണ് എന്ന് കണ്ടുപിടിക്കാനായിട്ട്. അപ്പൊ നമ്മൾ യൂസ് ചെയ്തതിൽ എനിക്ക് പേഴ്സണലി നമ്മളുടെ കമ്പനി ലോഞ്ച് ചെയ്തിട്ടുള്ള എല്ലാ റേഞ്ചസിൽ വരുന്ന പ്രൊഡക്ട്സും എനിക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മസ്കാര, അതും ബ്ലാക്ക് വെൽവെറ്റ് കളക്ഷനിലാണ് വരുന്നത്. നമുക്ക് കൂടുതൽ വോളിയം നൽകാൻ, എന്ന് വെച്ചാൽ നമ്മുടെ കൺപീലികൾക്ക് കൂടുതൽ വലുപ്പവും വീതിയും, എന്ന് വെച്ചാൽ നല്ല കട്ടിയും തോന്നാനായിട്ടും കണ്ണിന്റെ ഈ പീലികൾക്ക് നല്ല കണ്ടീഷനിങ് കൊടുക്കാനായിട്ടും അത് വളരെയധികം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്താ വെച്ചാല് നമ്മളെ കൺപീലിക്ക് ഒരു സംരക്ഷണം കൂടിയാണ് ഈ ഒരു മസ്കാര ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ കൺപീലികൾക്കൊക്കെ ഒന്നുകൂടി നല്ല വളർച്ചയൊക്കെ വർദ്ധിപ്പിക്കാനായിട്ട് ഈ ഒരു മസ്കാര സഹായിക്കും എന്നുള്ളതാണ്. ഇതിലും നമുക്ക് വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് തന്നെയാണ് നമ്മളുടെ റോസ് എക്സ്ട്രാക്ട് എന്ന് പറയുന്നത്. ഇത് നമ്മളുടെ ലാഷസിനെ കണ്ടീഷൻ ചെയ്യാനും അതുപോലെ തന്നെ നല്ലൊരു അപ്ലിഫ്റ്റിംഗ് നൽകാനും റിച്ച് ഡെപ്ത് നൽകാനൊക്കെ ആയിട്ട് സഹായിക്കുന്നുണ്ട്. അതും സ്മഡ്ജ് പ്രൂഫ് ആണ്, വാട്ടർ പ്രൂഫ് ആണ്. പക്ഷെ മസ്കാര അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് സ്റ്റോക്ക് ഔട്ട് ആയതുകൊണ്ട് മസ്കാര കിട്ടിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് വളരെ വിഷമമുണ്ട്. മസ്കാര ഈ പറഞ്ഞ പോലെ വളരെയധികം യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ എന്തായാലും ഇൻഷാല്ലാ ഉപയോഗിച്ച് നോക്കിയിട്ട് നല്ലതായിരിക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് എനിക്കുള്ളത്. അപ്പൊ ഇതാണ് നമ്മളുടെ മസ്കാരയെ കുറിച്ച് പറയാനായിട്ട്. ഇനി കാജലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഡീപ്പ് ബ്ലാക്ക് ഡെഫിനിഷൻ കറക്റ്റ് ആണ്. വളരെ നല്ല ബ്ലാക്ക് ആണ്, ജെറ്റ് ബ്ലാക്ക് എന്നൊക്കെ നമ്മൾ പറയും, അങ്ങനത്തെ ബ്ലാക്ക് ആണ്. എഫേർട്ട്ലെസ് ഗ്ലൈഡിങ് ആണ്. നമുക്ക് ഒറ്റ വരയിൽ തന്നെ നല്ല കറുത്ത നിറത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അത് തന്നെയാണ് നമ്മളൊരു കാജൽ മേടിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാറുള്ളതും അത് തന്നെയാണ്. ചില കാജൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ 2, 3, 4 പ്രാവശ്യം വരച്ചു കഴിഞ്ഞാലാണ് ആ കറുത്ത നിറം നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. പക്ഷെ നമ്മളുടെ പ്രൊഡക്റ്റിൽ ആദ്യത്തെ ഒറ്റ സ്ട്രോക്കിൽ തന്നെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, ആ ഒരു കറക്റ്റ് ബ്ലാക്ക് കളർ നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാ. അതിലും നമുക്ക് റോസ് എക്സ്ട്രാക്ട് ആണ് നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന ഒരു ഇൻഗ്രീഡിയന്റ്. വളരെ സോഫ്റ്റ് ആണ്, അതുപോലെ തന്നെ വളരെ മൃദുലമായിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ്. നമുക്കൊരു ബോൾഡ് ലുക്ക്, പല ലുക്സ് ഉണ്ട്, അതിനെക്കുറിച്ച് ഞാൻ പറയാം. അത് ക്രിയേറ്റ് ചെയ്യാൻ നല്ലതാണ്. നമ്മളെ കണ്ണിന്റെ വാട്ടർ ലൈനിൽ നമുക്ക് വരക്കാനും അതുപോലെ തന്നെ ലാഷ് ലൈൻ, നമ്മുടെ കണ്ണിന്റെ ഉള്ളിലുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെയാണ് നമുക്ക് ഉള്ളിൽ താഴെയും മുകളിലും നമ്മൾ വരയ്ക്കും ഈ ഒരു കാജൽ യൂസ് ചെയ്തിട്ട്. ഉൾഭാഗങ്ങളിൽ യൂസ് ചെയ്യണതാണ്. അപ്പൊ നമ്മളുടെ കണ്ണിന്റെ ഉൾവശത്ത് യൂസ് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ നമ്മളുടെ കണ്ണിന് അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള കണ്ണുകൾക്ക് പോലും ഉപയോഗിക്കാവുന്ന രീതിയിലാണ് നമ്മളുടെ കാജല്. എനിക്ക് സാധാരണ ചില കാജൽസ് യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരു ഇറിറ്റേഷൻ, ഒരു ചൊറിച്ചിൽ പോലെ ഒക്കെ എനിക്ക് കണ്ണിന്റെ ഉള്ളിൽ ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ നമ്മളുടെ കാജൽ, ഞാൻ കാജൽ യൂസ് ചെയ്തിട്ടുണ്ട്, എനിക്ക് ഒരു പ്രശ്നമില്ല. എനിക്ക് അങ്ങനെ ഒരു കാജൽ ഞാൻ കണ്ണിൽ ഇട്ടിട്ടുണ്ട് എന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. അത്രയും ലൈറ്റ് വെയിറ്റ് ആണ്, ഇറിറ്റേഷൻ ഒന്നുമില്ല, നല്ല പ്രൊഡക്റ്റ് ആണ്. അതുപോലെ തന്നെ നല്ല ലാസ്റ്റിംഗ് ആണ്, വാട്ടർ പ്രൂഫ് ആണ്, സ്മഡ്ജ് പ്രൂഫ് ആണ് എന്ന് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് സ്മഡ്ജ് പ്രൂഫ് ആണ് എന്നുള്ളത് പറയാനായിട്ട് സാധിക്കില്ല. ഞാൻ നിങ്ങൾക്ക് ഒരു ഡെമോ പോലെ കാണിച്ചു തരാം എത്രത്തോളം സ്മഡ്ജ് പ്രൂഫ് ആണെന്ന്. ഓക്കെ, ഇനി നമ്മളുടെ നെയിൽ പോളിഷിൽ ഫസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഈ ഒരു ആണ്. ഇത് നമുക്ക് വരുന്നത് ഗോൾഡൻ ഗ്ലോ എന്ന് അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു ആണെന്ന് തോന്നുന്നു. അപ്പൊ അതിൽ നമുക്ക് വരുന്നത് ഒരു ഗോൾഡൻ ആണ്, ഒരു മെറ്റാലിക് ഷെയ്ഡിലാണ്. നമുക്ക് ഗോൾഡൻ റഷ് എന്നാണ് ഷെയ്ഡിന്റെ പേര്. ഇതില് റെസീലിയൻ സ്ട്രെങ്ത് ആൻഡ് ഹൈ ഷൈൻ. ഇതില് ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ നെയിൽ പോളിഷ് ഇടുന്നത് നമ്മളുടെ നെഗത്തില് ഭംഗി കൂട്ടാൻ വേണ്ടി മാത്രമാണ്. പക്ഷേ നമ്മളുടെ കമ്പനിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിൽ സിൽക്ക് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾക്ക് കൂടുതൽ ആരോഗ്യമുള്ള നഖം നൽകാനായിട്ട് സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മളുടെ നഖത്തിന്റെ ആരോഗ്യത്തെ വർദ്ധിപ്പിക്കാനായിട്ട് ഇതിൽ സിൽക്ക് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളത് നമ്മളെ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോ സൗന്ദര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കൂടി അതും നമ്മളുടെ ശരീരത്തിന് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് മാറ്റാൻ നമ്മളുടെ കമ്പനി ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നർത്ഥം. അപ്പൊ എന്തായാലും ഇതിൽ നല്ലൊരു ഫ്ലോലെസ് ആയിട്ട് നമുക്ക് വളരെ പ്രിസൈസ് ആയിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നെയിൽ പോളിഷ് ആണ്. ഞാൻ യൂസ് ചെയ്ത് നോക്കി. ഹൈ ഷൈൻ ഫിനിഷ് ആണ്. ഞാൻ പറഞ്ഞല്ലോ ഒറ്റ കോട്ടിൽ തന്നെ നമുക്ക് കറക്റ്റ് കളറും അതുപോലെ തന്നെ ഫിനിഷും കിട്ടുന്നുണ്ട്. പെട്ടെന്ന് ഉണങ്ങുന്നുണ്ട്. ക്വിക്ക് ഡ്രൈ ഫോർമുലയാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഏകദേശം ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റ്
കറക്റ്റ് ആയിട്ട് തന്നെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് അത് എല്ലാ നെയിൽ പോളിഷിനും സെയിം തന്നെയാണ് കേട്ടോ വരുന്നത്. ഇനി ലിപ്സ്റ്റിക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലിപ്സ്റ്റിക്കിൽ നമുക്ക് ഹൈഡ്രേറ്റിംഗ് കംഫോർട്ടും സ്മൂത്ത് വെയറും ആണ്. 100% എനിക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റും ആ കാര്യം വളരെ കറക്റ്റ് ആണ്. ബിക്കോസ് ഒരു ലിപ്സ്റ്റിക് ഇട്ടു എന്നുള്ള ഒരു ഫീല് ലിപ്പിനില്ല. നമ്മൾ സാധാരണ ഒരു ലിപ് ബാം ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കും ലിപ്പ് ഉണ്ടായിരിക്കുക? നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് മോയ്സ്ചറൈസ്ഡ് ആയിട്ട് ഇരിക്കില്ലേ? അതേപോലെ തന്നെയാണ് നമ്മുടെ ലിപ്സ്റ്റിക് ഉപയോഗിക്കുമ്പോൾ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഹൈഡ്രേറ്റിംഗ് ആയിട്ടാണ് ലിപ്പ് ഇരിക്കുന്നത്. സ്മൂത്ത് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത് ഷിയ ബട്ടർ, അതുപോലെ തന്നെ വൈറ്റമിൻ ഇ എന്ന് പറയുന്ന ഇൻഗ്രീഡിയന്റ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അത് നമ്മളുടെ ലിപ്സിന് കൂടുതൽ സോഫ്റ്റ് ആക്കാനും അതുപോലെ തന്നെ ലിപ്സിന് ഒരു കണ്ടീഷനിങ് നൽകാനായിട്ടും സഹായിക്കുന്നുണ്ട്. നമ്മളുടെ ചുണ്ട് ഡ്രൈ ആയിട്ട് ചുണ്ട് വിണ്ട് കീറാതെ നമ്മളുടെ ലിപ്സിനെ സംരക്ഷിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻസും കാര്യങ്ങളുമാണ് നമ്മളുടെ ലിപ്സ്റ്റിക്കിൽ ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെയധികം സ്കിൻ ഫ്രണ്ട്ലി ആണ്. ഇനി നമ്മളുടെ കമ്പനിയുടെ ഒരു പ്രൈസ് പൊസിഷനിങ് ആണ് ഇവിടെ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് പല ആളുകളും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര റേറ്റ് ആണല്ലോ, ഒരുപാട് കോസ്റ്റ്ലി ആണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഒരുപാട് മേക്കപ്പ് പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ടുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാൻ പറ്റും ഇത് അഫോർഡബിൾ എന്നതിനേക്കാൾ ഉപരി എനിക്ക് തോന്നുന്നു അഫോർഡബിളിനേക്കാൾ താഴെ നമുക്ക് പറയാൻ പറ്റും. അത്രയും എന്താ പറയാ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഇത് ഇറങ്ങിയിട്ടുള്ളത്. ഇത്രയും ക്വാളിറ്റിയിൽ ഈ ഒരു റേറ്റിന് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു എന്താ പറയാ നല്ല കാര്യമായിട്ട് എനിക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. ബിക്കോസ് ഈ ഒരു ക്വാളിറ്റിയിലും ഇത്രയും കെമിക്കൽ ഫ്രീ ആയിട്ട് നമ്മുടെ സ്കിൻ ഫ്രണ്ട്ലി ആയിട്ട് വീഗൻ പ്രൊഡക്ട്സ് ആയിട്ടുള്ള ഈ ഒരു പ്രൊഡക്റ്റിന് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ റേറ്റിനേക്കാൾ കൂടുതൽ റേറ്റ് ശരിക്കും ഈടാക്കേണ്ടതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് കുറവാണെന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. അഫോർഡബിൾ ആയിട്ടുള്ള പ്രീമിയം ബ്രാൻഡിങ് ആണ് നമ്മളുടെ കമ്പനി ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ കമ്പൈനിങ് ക്വാളിറ്റി കമ്പൈൻ ചെയ്തുകൊണ്ട് നല്ല സ്റ്റൈലില് പ്രത്യേകം എടുത്ത് പറയണം, നമ്മളുടെ ഓരോ പ്രൊഡക്റ്റിന്റെയും എന്താ പറയാ പാക്കേജിങ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് വരുന്നത്. ഓരോ പ്രൊഡക്റ്റും വളരെ മനോഹരമായിട്ടാണ് അതിന്റെ പാക്കേജിങ് വന്നിട്ടുള്ളത്. അത് നമുക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അറിയാം. നമുക്ക് ഒരു ഒനിയൻ ഷെയ്ഡ് പ്ലസ് ബ്ലാക്ക്, ഒരു ഒനിയൻ കളറും കറുപ്പ് നിറമാണ് നമ്മുടെ കമ്പനി എടുത്തിട്ടുള്ള ഒരു തീം എന്ന് പറയുന്നത്. എനിക്ക് ഇതിന് കോമൺ ആയിട്ട് ഇതിനോട് സാമ്യത ഉള്ള വേറൊരു ബ്രാൻഡ് മാർക്കറ്റിൽ പറയാനായിട്ടുള്ളത് പ്രശസ്ത നടിയായിട്ടുള്ള ഹിന്ദി നടിയായിട്ടുള്ള കത്രീന കൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നടിയുണ്ട്. അവരുടെ ഒരു കോസ്മെറ്റിക് ബ്രാൻഡ് ഉണ്ട് കെ ബ്യൂട്ടി. അതിനോട് ഒരുപാട് സാമ്യത തോന്നുന്നുണ്ട് നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഒരു എന്താ പറയാ പാക്കേജിങ്ങിനൊക്കെ. അപ്പൊ എന്തായാലും ആ ഒരു കളർ ഷെയ്ഡും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. അപ്പൊ നമുക്കൊക്കെ കാണാനും പാക്കേജിങ് വളരെ എക്സ്ക്ലൂസീവ് ആയിട്ട് നല്ലൊരു പ്രീമിയം ബ്രാൻഡിന്റെ ലുക്ക് തരുന്നുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മള് പുറത്തുള്ള ലുക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോസ്മെറ്റിക് മേടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും. അപ്പൊ അതുകൊണ്ട് ആ കാര്യത്തിലും നമുക്കൊരു വിൻ വിൻ സിറ്റുവേഷൻ ആണ്. അതുപോലെ തന്നെ ഇതിന്റെ പെർഫോമൻസും വളരെ നല്ല പെർഫോമൻസ് ആണ്. ഇനി ഡിസൈൻ നമുക്കൊരു പ്രീമിയം ഫീല് നൽകാനായിട്ട് നമുക്ക് ഇന്ന് കോമ്പറ്റീവ് പ്രൈസിൽ തന്നെ ഇന്ന് നമുക്ക് മാർക്കറ്റിൽ കിട്ടാവുന്ന മറ്റ് പ്രൊഡക്റ്റിന്റെ വിലയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാൾ കുറവ് വിലയ്ക്ക് നമുക്ക് നല്ലൊരു പ്രീമിയം പ്രൊഡക്റ്റ് കിട്ടുന്ന ഒരു ഫീലാണ് നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റിനുള്ള സാധനം നമുക്ക് കിട്ടുന്നുണ്ട്, ഹൈ ക്വാളിറ്റി കിട്ടുന്നുണ്ട്, നല്ലൊരു ബ്രാൻഡ് പൊസിഷനിങ് നമുക്ക് ഇന്ന് മാർക്കറ്റിൽ ഇതിൽ നിന്ന് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ വീഗൽ ഫോർമുലേഷൻ ആണ് ഇതിൽ, ക്രൂവാലിറ്റി ഫ്രീ ആണെന്ന് പറയാം. ക്രൂവാലിറ്റി ഫ്രീ ആണ് നമ്മുടെ പ്രൊഡക്റ്റുകൾ. കോൺഷ്യസ് ബ്രാൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ട്രെൻഡ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പല ആളുകളും വീഗൻ പ്രൊഡക്റ്റ് മാത്രം ഉപയോഗിക്കുകയുള്ളൂ എന്നുള്ള ശപഥം എടുത്തിട്ടുള്ള ചില ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ അത് വീഗൻ പ്രൊഡക്ട്സ് ആണോ എന്ന് ചോദിക്കും. ചില ആളുകൾ നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കും പ്രൊഡക്റ്റ് മേടിക്കുമ്പോൾ വീഗൻ ആണോ എന്ന് ചോദിക്കും. ധൈര്യമായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും വീഗൻ ആണ്, ക്രൂവാലിറ്റി ഫ്രീ ആണെന്ന് പറയാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അതുപോലെ തന്നെ എവറി ഡേ സാധാ നമുക്ക് എല്ലാ ദിവസവും ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഒരു പാർട്ടി വരുമ്പോൾ, ഒരു അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു ഒക്കേഷൻ വരുമ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റുകളാണ് നമ്മുടെ കമ്പനി നമുക്ക് വേണ്ടിയിട്ട് ഇറക്കിയിട്ടുള്ളത്. പിന്നെ അടിപൊളി ഷെയ്ഡാണ്, നല്ല ഷെയ്ഡ് വേരിയേഷൻസ് ആണ്
എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാര്യത്തിൽ എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു ലിപ്സ്റ്റിക് വന്നപ്പോ. പക്ഷെ ഞാൻ പറയട്ടെ, ഞാൻ ഈ ഒരു ബ്രാൻഡ് വന്ന് എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇത് കൊണ്ടുവന്നപ്പോ. ഞാൻ അത് യൂസ് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ പോയിട്ടുള്ള പരിപാടിക്കല്ല ഞാൻ ഈ ഒരു കമ്പനിയിലെ 2 ഷെയ്ഡ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. 2 ഷെയ്ഡ്സും തന്നെയാണ് ഞാൻ മാറി മാറി ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഇൻഷാല്ലാ എല്ലാവരും വളരെയധികം യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ഉപയോഗിക്കാൻ വളരെ എളുപ്പമായിട്ടുള്ള രീതിയിലാണ് ഇതിന്റെ പാക്കേജിങ് വരുന്നത്. അഫോർഡബിൾ ആയിട്ടുള്ള ക്വാളിറ്റി ആണ് നമുക്ക്. അതുപോലെ തന്നെ നമുക്കൊരു മോഡേൺ ബ്രാൻഡ് അപ്പീല്, പുതിയ രീതിയിലുള്ള ഒരു ബ്രാൻഡ് അപ്പീലും നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് അവയർനെസ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. എന്താ വെച്ചാല് സാധാരണ മറ്റ് കമ്പനികൾ പലപ്പോഴും വീഗനിസം ഒന്നും ശ്രദ്ധിക്കാതെ, ക്രുവാലിറ്റി ഫ്രീ ഒന്നും ശ്രദ്ധിക്കാതെ മാർക്കറ്റിന്റെ വാല്യൂ മാത്രം നോക്കിയിട്ട്, സാധനങ്ങൾ വിൽക്കുക എന്നുള്ളത് മാത്രം നോക്കിയിട്ട് ഒരുപാട് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു സ്ഥാനത്ത് നമ്മളുടെ പ്രൊഡക്റ്റ് നമ്മളുടെ സമൂഹത്തിനും കൂടെ ദോഷം ചെയ്യാതെ, നമ്മളുടെ പ്രകൃതിക്ക് ദോഷം ചെയ്യാത്ത രീതിയിലാണ് നമ്മളുടെ പ്രൊഡക്ഷൻ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ എന്താ പറയാ, നമുക്ക് ഒരുപാട് അതുപോലെ തന്നെ എനിക്ക് പറയാനായിട്ടുള്ളത്, ഇപ്പോ 2024 ഉണ്ടായിരുന്ന ഒരു മാർക്കറ്റിനേക്കാൾ 2032 ആവുമ്പോഴത്തേക്കും ഒരുപാട് ഈ ഒരു കോസ്മെറ്റിക് ഫീൽഡിൽ വരുന്ന വേരിയേഷൻ ആണ്, എത്രത്തോളം വളർച്ച വരും എന്നുള്ളതാണ് ഇതിൽ കാണിക്കുന്നത്. ഇപ്പൊ ഏകദേശം ഒരു 14,000 കോടിയിലാണ് 2024 നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ 2032 ആവുമ്പോഴത്തേക്കും അത് 26,000 കോടി കടക്കുമെന്നാണ് പറയുന്നത്. അത്രയും മേക്കപ്പ് എന്ന് പറയുന്ന ഒരു മേഖലയിൽ ഗ്രോത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മളുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി സ്റ്റാൻഡേർഡും ഇൻഗ്രീഡിയന്റ് ബ്രീഫിങ്ങും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വീഗൻ, ഞാൻ പറഞ്ഞു, 100% ഫ്രീ ഫ്രം ആനിമൽസ്, എന്നുവെച്ചാൽ ആനിമൽസ്, മൃഗങ്ങളെ ഉപയോഗിക്കാതെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഡ്രൈസ് ലൈക്ക് ബീ വാക്സോ അല്ലെങ്കിൽ കെരാമിൻ, ലെനോലിൻ എന്ന് പറയുന്നതൊക്കെ മൃഗങ്ങളിൽ നിന്ന് എടുക്കുന്ന ചില വാക്സുകളും കാര്യങ്ങളും, അത് പല ലിപ്സ്റ്റിക്കുകളിൽ ഉപയോഗിക്കുന്നതുമാണ്. പക്ഷെ നമ്മളുടെ കമ്പനിയിൽ അങ്ങനെയുള്ള ആനിമൽ പ്രൊഡക്റ്റുകൾ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അതുപോലെ തന്നെ ക്രുവാലിറ്റി ഫ്രീ ആണ്, മൃഗങ്ങളുടെ മുകളിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. സേഫ് ഇൻഗ്രീഡിയൻസ് ആണ്, ഓൺലി നോൺ ടോക്സിക്, ശരീരത്തിന് ടോക്സിൻ ഇല്ലാത്ത ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. സ്കിൻ സേഫ് കോമ്പണൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്, സ്കിന്നിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത കോമ്പണൻസ് ആണ്. അതുപോലെ തന്നെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നിനും കണ്ണിനും അനുയോജിക്കുന്ന രീതിയിലുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള കളറിന്റെ പിഗ്മെന്റ് പോലും ഓർഗാനിക് ആയിട്ടുള്ള കളർ പിഗ്മെന്റ്സ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഹാർഷ് ആയിട്ടുള്ള സിന്തറ്റിക് കെമിക്കൽ ഉപയോഗിച്ചിട്ടുള്ള ഹാർഷ് കെമിക്കൽസോ കളേഴ്സോ ഇതിൽ ഉപയോഗിച്ചിട്ടില്ല. അതുപോലെ തന്നെ ക്വാളിറ്റി കൺട്രോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓരോ ബാച്ചുകളും എന്താ പറയാ, അതിന്റെ കൺസിസ്റ്റൻസിയും ടെക്സ്ചറും കളറും സേഫ്റ്റിയും ഒക്കെ ഉറപ്പ് വരുത്തിക്കൊണ്ട് തന്നെ ഇന്ന് മനുഷ്യ കരങ്ങൾ സ്പർശിക്കാത്ത രീതിയിൽ 100% എന്താ പറയാ, നമുക്ക് മെക്കനൈസ്ഡ് ആയിട്ട്, എന്ന് വെച്ചാൽ ഓട്ടോമേറ്റഡ് മെഷീനറി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളുടെ ഓരോ പ്രൊഡക്റ്റുകളും വരുന്നത്. എന്താ കാര്യം വെച്ചാല് നമ്മൾ കോസ്മെറ്റിക് പ്രൊഡക്ട്സിന് അത്രയും എന്താ പറയാ സൂക്ഷ്മമായിട്ടുള്ള പ്രൊഡക്ഷൻ ആവശ്യമാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നമ്മളുടെ കമ്പനി അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, കീ മാനുഫാക്ചറിങ് ഹൈലൈറ്റ്സ് ആയിട്ട് നമുക്ക് GMP സർട്ടിഫൈഡ് ആണ്, ഓക്കെ, അത് നമുക്കറിയാം. അതുപോലെ തന്നെ നമുക്ക് ക്ലിനിക്കൽ എൻവയോൺമെന്റ്, ദ എൻറ്റയർ പ്രൊഡക്ഷൻ പ്രോസസ് ടേക്സ് പ്ലേസ് ഇൻ ദ സ്റ്റെറൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും എന്താ പറയാ ശുദ്ധീകരിച്ചിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളുടെ പ്രൊഡക്ഷൻ നടക്കുന്നതിന് മുമ്പ് അത്രയും ശുദ്ധിയാക്കിക്കൊണ്ടാണ് ഓരോ പ്രൊഡക്ഷനും നടക്കുന്നുണ്ടായിരിക്കുക. ക്ലിനിക്കൽ എൻവയോൺമെന്റ് ടു പ്രിവെന്റ് എനി എക്സ്റ്റേണൽ കണ്ടാമിനേഷൻ, പുറത്ത് നിന്ന് ഒരാളുകൾക്ക് പോലും ആ ഒരു പ്രൊഡക്ഷൻ സ്പേസിലേക്ക് എൻട്രി ഉണ്ടാവില്ല. എന്താണെന്ന് വെച്ചാല് അത്രയും കണ്ടാമിനേഷൻ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കണ്ടാമിനേഷൻ എന്നുള്ള ഏറ്റവും കൂടുതൽ കേട്ടിട്ടുണ്ടാവുക കൊറോണ കാലഘട്ടത്തിലാണ്. ബിക്കോസ് കണ്ടാമിനേഷൻ നടക്കാൻ പാടില്ല എന്ന് പറയുന്നത് വെച്ചാൽ പുറത്തു നിന്നുള്ള വൈറസുകളും ബാക്ടീരിയാസും ഇങ്ങോട്ട് പ്രവേശിക്കാതിരിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കണ്ടാമിനേറ്റഡ് ആവരുത്, നമ്മൾ ലിപ്സ്റ്റിക്കുകൾ അല്ലെ ഐലൈനേഴ്സ് ഒന്നും തുറന്നു വെക്കരുത് എന്ന് പലപ്പോഴും പറയും, കണ്ടാമിനേറ്റഡ് ആവാതിരിക്കാനാണ്. ഇപ്പൊ ഞങ്ങളൊക്കെ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ പലപ്പോഴും
ഇങ്ങനെ പ്രൊഡക്റ്റുകൾ നമുക്ക് മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓപ്പൺ ചെയ്ത് വെക്കും. അത് നമുക്ക് പെട്ടെന്ന് എടുത്ത് ചെയ്യാനുള്ള ഒരു എളുപ്പത്തിനാ. പക്ഷെ അത് നമ്മൾ ഓപ്പൺ ചെയ്ത് എടുത്ത് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ശേഷം ഈസോഫ്രൈൽ ആൽക്കഹോൾ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അത് വെച്ച് നമ്മൾ ഇതിനെ മൊത്തം സ്പ്രേ ചെയ്തതിന് ശേഷമാണ് നമ്മൾ അതിന് സ്റ്റെറൈൽ ആക്കിയതിന് ശേഷം മാത്രമാണ് ഇതെല്ലാം നമ്മൾ ക്ലോസ് ചെയ്തിട്ട് ബാഗിലേക്ക് വെക്കുള്ളൂ. അത്രയും നമ്മൾ കണ്ടാമിനേറ്റഡ് ആവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കും. ബിക്കോസ് ഓരോ വ്യക്തിയുടെയും ശരീരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ഫേസ് എന്ന് പറയുന്നത്. അവിടെ അത്രയും നല്ല പ്രൊഡക്റ്റുകൾ മാത്രമേ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത്രയും സൂക്ഷ്മമായിട്ട് ക്ലിനിക്കൽ എൻവയോൺമെന്റിലാണ് നമ്മുടെ പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ നോ ഹ്യൂമൻ ടച്ച് ഫില്ലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ അവർ ലിപ്സ്റ്റിക്സ് ആർ ഫിൽഡ് വിത്ത് ഫുള്ളി ഓട്ടോമേറ്റഡ് പ്രോസസ് വിത്ത് സീറോ ഹ്യൂമൻ കോണ്ടാക്ട്. ഒരു മനുഷ്യ കോണ്ടാക്റ്റും ഇല്ലാതെ ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സിലൂടെയാണ് നമ്മൾ ലിപ്സ്റ്റിക്സ് എല്ലാം ഫിൽ ചെയ്ത് വരുന്നത് എന്നുള്ളത് ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഹൗസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വിങ് നമുക്കുണ്ട്. ഒരു ഡെഡിക്കേറ്റഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ടീം നമുക്ക് നമ്മുടെ കമ്പനിക്ക് വേണ്ടിയിട്ട് ഈ ഒരു ബൊട്ടാനിക്കൽ കെയർ എന്താ പറയാ, ബൊട്ടാനിക്കൽ കെയർ എന്ന് വെച്ചാല് നമ്മളുടെ ചെടികളിൽ നിന്ന് എടുക്കുന്ന, ഇപ്പൊ പറഞ്ഞല്ലോ നമ്മൾ ഇതിലൊക്കെ പറഞ്ഞല്ലോ റോസ് എക്സ്ട്രാക്ട് ആണ് ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത് എന്ന് പറഞ്ഞു അല്ലെ. ഈ റോസ് എക്സ്ട്രാക്ട് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും നല്ലൊരു കോസ്മെറ്റിക് തരാനായിട്ട് നാളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വിങ് നമുക്കുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ കീ മാനുഫാക്ചറിങ് ആയിട്ടുള്ളതാണ്. നമുക്ക് ഇന്ത്യയിൽ തന്നെയാണ് നമ്മളുടെ ഈ പ്രൊഡക്റ്റുകളെല്ലാം നമുക്ക് ഉപയോഗിച്ച് വന്നിട്ടുള്ളത്, ലൈക്ക് മാനുഫാക്ചർ ചെയ്ത് വന്നിട്ടുള്ളത്. നമുക്ക് എന്താ പറയാ, ഫാർമസ്യൂട്ടിക്കൽ ഗ്രേഡിലുള്ള ഹൈജീൻ ആണ് ഇവിടെ, എന്നുവെച്ചാൽ മെഡിസിൻസ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ശുദ്ധി, ഹൈജീൻ, വൃത്തി ഇവിടെ എന്താക്കിയിട്ടുണ്ട്, പ്രദാനം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബൊട്ടാനിക്കൽ റിക്കവറി നമുക്ക് ഇവിടെ ഉണ്ട്. സീറോ ടച്ച്, ഞാൻ പറഞ്ഞല്ലോ നോ ഹ്യൂമൻ ആണ്. റോബോട്ടിക് ഇൻ ക്ലിനിക് എൻവയോൺമെന്റ് ആണ്. ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള എന്താ പറയാ പ്രൊഡക്ഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കോസ്മെറ്റിക് റേഞ്ച് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ പ്രൊഫഷണൽ ഇന്റൻസിറ്റി വിത്തൗട്ട് ടോക്സിൻ ഹെവി മെറ്റൽസ്, നമുക്ക് ടോക്സിൻ നൽകുന്ന രീതിയിലുള്ള ഹെവി മെറ്റൽസോ കാര്യങ്ങളോ നമ്മളുടെ പ്രൊഡക്ഷനിൽ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അതുപോലെ തന്നെ സിൽക്ക് പ്രോട്ടീൻ, റോസ് എക്സ്ട്രാക്ട് പോലെയുള്ള നമ്മളുടെ ശരീരത്തിനും നമ്മളെ ചർമ്മത്തിനെയും മെച്ചപ്പെടുത്തുന്ന രീതിയിൽ എന്തെങ്കിലും നമ്മളെ സ്കിന്നിനൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ മാറ്റി നമുക്ക് നല്ല സോഫ്റ്റ് ലിപ്സും അതുപോലെ തന്നെ നല്ല മനോഹരമായിട്ടുള്ള നഖങ്ങളൊക്കെ നൽകാനായിട്ട് നമ്മളുടെ പ്രൊഡക്റ്റ് നമ്മളെ സഹായിക്കുന്നുണ്ട് എന്നുകൂടി ഇതിൽ പറയുന്നുണ്ട്. ഇന്ന് നമുക്ക് ഉപയോഗിക്കാൻ നമ്മൾ കണ്ടുവരുന്ന എസ്തെറ്റിസം എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്. എല്ലാവർക്കും എല്ലാത്തിനോടും ഒരു പ്രത്യേകതര ഭംഗിയിൽ കാണാനായിട്ട് എല്ലാവരും ഇഷ്ടപ്പെടാറുണ്ട്. അത്രയും ഭംഗിയോട് കൂടി എസ്തെറ്റിസത്തോട് കൂടി തന്നെയാണ് നമ്മളുടെ എല്ലാ പ്രൊഡക്റ്റുകളും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ കമ്പനിയുടെ പ്രൊഡക്ട്സും. അപ്പൊ എന്തായാലും ഈ ഒരു സ്ലൈഡ് അവസാനിക്കുന്നതോട് കൂടി തന്നെ എനിക്ക് സ്ലൈഡ് ഞാൻ ഓഫ് ചെയ്യാണ്. ഓക്കെ, സോ ഇത്രയും നേരം സ്ലൈഡ് നോക്കിയിട്ട് നിങ്ങൾ കുറെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ നിങ്ങൾക്ക് അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എത്ര നമ്മൾ ഫോട്ടോസിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ്സ് ഒന്നും കറക്റ്റ് ആയിട്ട് മനസ്സിലാവാത്തത് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണിച്ചു തരാമെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ എന്നോട് പറയാമല്ലോ. കാണുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. കാണുന്നുണ്ടോ? ഇത് നമ്മളുടെ 5 ഷെയ്ഡ്സ് ഓഫ് ലിപ്സ്റ്റിക്സ് ആണ് ഇവിടെ ഇരിക്കുന്നത്. പാക്കേജിങ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാണ് നമ്മളുടെ ലിപ്സ്റ്റിക്കിന്റെ പാക്കേജിങ് വരുന്നത്. ഒരു ഓണിയൻ ഷെയ്ഡും ബ്ലാക്ക് എല്ലാ ലിപ്സ്റ്റിക്കിന്റെയും താഴെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഷെയ്ഡ് കാണാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ L1 എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ് കാണാം.
ഓക്കെ, പാക്കേജിങ് വരുന്നത് ഇങ്ങനെയാണ്. നല്ല ലക്ഷറി പാക്കേജിങ് ആണ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാക്കേജിങ് ആണ്. ജസ്റ്റ് നമുക്ക് ഇങ്ങനെ ക്യാപ്പ് റിമൂവ് ചെയ്യാം, ഇങ്ങനെ ലിപ്സ്റ്റിക് എടുക്കാം. അത് ഫസ്റ്റ് ഷെയ്ഡാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. സോ ലൈറ്റ് ഒന്ന് മാറ്റിയിടും. ഓക്കെ, കാണുന്നുണ്ടായിരിക്കുന്നു വിചാരിക്കുന്നു. ഒരു മെറൂൺ ഷെയ്ഡ് പോലെയൊക്കെ ഉള്ള ഒരു ഷെയ്ഡാണ്, ഒരു നല്ലൊരു ഡാർക്ക് റെഡ്. ഇവിടെ ക്ലിയർ കുറവുണ്ടോ? വീഡിയോ ക്ലിയർ അല്ല. ആണോ? ഒരു മിനിറ്റ്. ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഫോൺ ആണ്. സോ ദിസ് ഇസ് ദ ഷെയ്ഡ്, ദിസ് ഇസ് ദ ഫസ്റ്റ് ഷെയ്ഡ്. കാണുന്നുണ്ടല്ലോ അല്ലെ? ക്ലാരിറ്റി ആണോ അതോ എന്താ പറയാ സ്റ്റക്ക് ആയിട്ടാണോ എന്റെ വീഡിയോ കാണുന്നത്? നിങ്ങൾക്ക് കാണുന്നുണ്ട് മാഡം, കാണുന്നുണ്ട്. ഈ ഫോണിൽ ഞാൻ 2 വീഡിയോസ് ഓൺ ആക്കിയിട്ടുണ്ട്. ഒരു മിനിറ്റ്. ഏത് ഫോണിലാണ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കാണാന്ന് അറിയില്ല, അതുകൊണ്ടാണ്. അല്ല, ഇതിൽ തന്നെ കാണുന്നുണ്ട്, ക്ലാരിറ്റി ഉണ്ട്. ഇതിൽ കാണുന്നുണ്ടോ? ഓ, ഇതിൽ കാണുന്നുണ്ട് അല്ലെ? ഓക്കെ ഓക്കെ, ഫൈൻ ഫൈൻ ഫൈൻ. അപ്പൊ ഇതാണ് നമുക്ക് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത്. നമ്മളുടെ ബർഗണ്ടി ബേബ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് ഫസ്റ്റ് ഷെയ്ഡ്. നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ്. നല്ല കളറുള്ള ആളുകൾ ഉണ്ടല്ലോ, അവർക്ക് ഇത് നല്ല മനോഹരമായിട്ട് ചേരുന്ന ഒരു ഷെയ്ഡാണ്. ഇതിന് പല ആളുകളും പറയുന്ന ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പരക്കും. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ജസ്റ്റ് നമ്മളിങ്ങനെ ഇങ്ങനെ പരക്കും ഇത്. പക്ഷേ ഇത് ഇങ്ങനെ പരക്കുന്നത് കൊണ്ടുള്ള ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മോയ്സ്ചറൈസിങ് ആയിരിക്കും. മോയ്സ്ചറൈസിങ് ആയതുകൊണ്ട് നമ്മളെ ലിപ്പിന് നിരന്തരമായിട്ട് നമ്മൾ ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നതിലൂടെ പലപ്പോഴും നമ്മളുടെ ലിപ്പിനൊരു കറുത്ത നിറം കാണാം. അത് നമ്മൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉണ്ടാവില്ല. പല ആളുകളും ചോദിക്കും മാറ്റ് ലിപ്സ്റ്റിക് ആണോ ലോങ് ലാസ്റ്റിംഗ് ആണോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ ഇത് അത്ര ലോങ് ലാസ്റ്റിംഗ് ഒന്നല്ല, പക്ഷെ നല്ല മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ആണ്. അപ്പോ നിങ്ങൾക്ക് നിരന്തരമായിട്ട് ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്ന ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കൊടുക്കാം. പിന്നെ എനിക്ക് പ്രത്യേകം പറയാനുള്ള ഒരു കാര്യം, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ആർക്കെങ്കിലും ലിപ്സ്റ്റിക് കൊടുക്കുന്നുണ്ടെങ്കിൽ ലിപ്സ്റ്റിക് നേരിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നതിന് പകരമായിട്ട് ഒരു ബ്രഷ് ഉപയോഗിക്കാം. ഒരു ലിപ്സ്റ്റിക്കിന് വേണ്ടിയിട്ട് ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഈ ബ്രഷ് ഉപയോഗിച്ച് നമ്മൾ ഈ ഒരു ലിപ്സ്റ്റിക് എടുക്കുക. അത്യാവശ്യം കുഴപ്പമില്ലാതെ എടുത്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല വൃത്തിയിൽ ലിപ്സ്റ്റിക് കിട്ടുകയും ചെയ്യും. അത് കുറെ നേരം കൂടി കൂടുതലായിട്ട് നമ്മളുടെ സ്കിന്നിൽ ഇരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കുക. അതാണ് നമ്മളുടെ ഫസ്റ്റ്. ഇനി നമ്മളുടെ സെക്കൻഡ് ഷെയ്ഡ് ആയിട്ടുള്ളത്, സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് വരുന്നത് കോറൽ പിങ്ക് ആണ്. കോറൽ പിങ്ക്, ഇതാണ് നമ്മളുടെ പാക്കേജിങ്. കോറൽ പിങ്ക് ഷെയ്ഡാണ്. ഇതിൽ നമ്മൾ മുകളിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ L2 കോറൽ പിങ്ക് എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും. ഇതാണ് നമ്മളുടെ കോറൽ പിങ്ക് ലിപ്സ്റ്റിക്. ഒരു പിങ്ക് ഷെയ്ഡാണ്. മറ്റേ നമ്മൾ ആദ്യം കാണിച്ച കളറിനേക്കാളും നിങ്ങൾക്ക് ചില ആളുകൾക്ക് തോന്നുന്നതല്ല അത് ഒന്നല്ലേ ഇത്, പക്ഷെ ഇത് വേറെ ഷെയ്ഡാണ്. നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്ന ഷെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതാണ് കേട്ടോ. കണ്ടോ, ഇതാണ് ഇതിന്റെ വ്യത്യാസം. കുറച്ചും കൂടി ഡാർക്ക് കളറാണ് ആദ്യം കാണിച്ചത്. ഇപ്പൊ കാണിച്ചത് കുറച്ചുകൂടി ഒരു പിങ്ക് കളറാണ്. ഓക്കെ, എനിക്ക് കുറച്ചുകൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ കാണിക്കുന്നത്. അപ്പൊ ഇതാണ് കോറൽ പിങ്ക് ഷെയ്ഡ്. ഇതെന്റെ കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം. കുറച്ചുകൂടി ഒരു പിങ്ക് ഷെയ്ഡിലേക്കാണ് ഇത് വന്നിട്ടുള്ളത്. ഒന്നുകൂടി കാണാൻ കാണുന്നുണ്ടോ? നല്ല മോയ്സ്ചറൈസിങ് ആണ് കേട്ടോ. നല്ല ലിപ്പ് നല്ല സോഫ്റ്റ് ആക്കി വെക്കുവേ. അപ്പൊ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഷെയ്ഡ് വന്നിട്ട്. ഇനി നമുക്ക് തേർഡ് ഷെയ്ഡ് നോക്കാം. തേർഡ് ഷെയ്ഡ് നല്ല ബ്രൈറ്റ് കളറാണ്. നമുക്ക് നമ്മുടെ റേഞ്ചിൽ 3 ബ്രൈറ്റ് കളേഴ്സും 2 ന്യൂഡ് ഷെയ്ഡ്സും ആണ് നമുക്ക് വരുന്നത് കേട്ടോ.
അപ്പൊ ഇത് ഷെയ്ഡ് നമ്പർ L3 റേഡിയന്റ് റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. റേഡിയന്റ് റെഡ് എന്ന് വെച്ചാൽ നല്ല ഉദിച്ചു കാണുന്ന ചുവപ്പ് എന്നാണ് അതിന്റെ അർത്ഥം. നല്ല ചുവപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബ്രൈറ്റ് റെഡ്. പൊതുവെ എല്ലാവരും അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു ഷെയ്ഡൊന്നല്ല, പക്ഷെ കല്യാണങ്ങള് അതുപോലെ തന്നെ നല്ല പാർട്ടികളൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഷെയ്ഡാണ്. ലിപ്സ്റ്റിക് ഇടുമ്പോ ഇങ്ങനെ ഫുള്ളായിട്ട് തുറന്നു വെച്ചിട്ട് ഇടരുത്. എപ്പോഴും നമ്മൾ ആവശ്യത്തിന് മാത്രം പുറത്തേക്ക് എടുത്തിട്ട് അപ്ലൈ ചെയ്യാലാന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോവും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് അപ്ലൈ ചെയ്യാം. ഇതാണ് നമ്മുടെ റേഡിയന്റ് റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. റേഡിയന്റ് റെഡ് ഇത് നിങ്ങൾക്ക് കളറിനനുസരിച്ച് നിങ്ങൾക്ക് ഇടാം. ഇപ്പൊ ഞാനത് 2-3 പ്രാവശ്യം ഇങ്ങനെ ആക്കിയപ്പോഴാണ് ഇത്രയും ബ്രൈറ്റ് ആയിട്ട് വന്നത്. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു പ്രാവശ്യമൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷെയ്ഡാണ് വരുന്നത്. അത്ര ഡാർക്ക് ആയിട്ട് ഇരിക്കില്ല കേട്ടോ. അപ്പൊ നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള അളവ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് ആയിട്ടുള്ള ഒരു കളർ നമുക്ക് ഇതിൽ കിട്ടും. ഓക്കെ, റേഡിയന്റ് റെഡ്. ഇതിന്റെ വ്യത്യാസം ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഫസ്റ്റ് കാണിച്ച ഷെയ്ഡ്, ഇതാണ്. ഇത് സെക്കൻഡ് ഷെയ്ഡ്, ഇത് തേർഡ് ഷെയ്ഡ്. ഓക്കെ, റെഡിൽ തന്നെ വരുന്ന വേരിയേഷൻസ് ആണ് ഇതിൽ കാണുന്നത്. ഓക്കെ, തേർഡ് ഷെയ്ഡ്. ഇനി നമുക്ക് 4ാമത്തെ ഷെയ്ഡ് നോക്കാം. L4. ഓക്കെ, L4 എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. സ്പൈസി സിനമൺ. എനിക്ക് ഇഷ്ടപ്പെട്ട ഷെയ്ഡാണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഇതാണ് ഷെയ്ഡ് വരുന്നത്. കളർ വന്നിട്ട് ഒരു റോസാപ്പൂവിന്റെ ഒക്കെ ഒരു ഷെയ്ഡ് എന്ന് വേണമെങ്കിൽ പറയാം. റോസാപ്പൂവിന്റെ ഒക്കെ ഒരു ഷെയ്ഡ്, ഒരു ഓണിയൻ ഷെയ്ഡും, ഒരു എന്താ പറയാ, കളർ കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റൂല. ഒരു ബേൺട്ട് റോസ് എന്നൊക്കെ പറയാനായിട്ട് സാധിക്കും. അപ്പൊ ഇത് ന്യൂഡ് ഷെയ്ഡിൽ വരണം കേട്ടോ. അത് ന്യൂഡ് ഷെയ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ, നമുക്ക് ഡെയിലി വെയർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ശരിക്കും നമ്മളുടെ ചുണ്ടിന്റെ നിറം പോലെ തോന്നിക്കുന്ന ഒരു ഷെയ്ഡാണ് ഇത്. കുറച്ചൊരു നിറമുള്ള ആളുകൾക്കും അത്യാവശ്യം എന്താ പറയാ കളറുള്ള ആളുകൾക്കൊക്കെ നല്ല രീതിയിൽ ചേർന്ന് പോവും. അതുപോലെ തന്നെ ഇച്ചിരി കളർ കുറവുള്ള ആളുകൾക്കും ഒരു ഡാർക്കർ ലിപ് ലൈനർ ഒക്കെ ഉപയോഗിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മനോഹരമായിട്ട് നിൽക്കുന്ന ഒരു ഷെയ്ഡാണ് നമ്മളുടെ ഈ ഒരു സ്പൈസി സിനമൺ എന്ന് പറയുന്ന ഷെയ്ഡ് കേട്ടോ. ഓക്കെ, ഇനി ലാസ്റ്റ് ഷെയ്ഡ് ആയിട്ടുള്ള നമ്മളുടെ L5 കാരമൽ കാൻഡി എന്നാണ് ഈ ഒരു ഷെയ്ഡ് നെയിം വരുന്നത്. ഇതും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ്. ഒരു എന്താ പറയാ, ഒരു ഓറഞ്ചിന്റെ ഒക്കെ ഒരു ചെറിയൊരു ടിഞ്ച് വരുന്ന ഒരു ഷെയ്ഡാണ്. ഇതും എവറി ഡേ യൂസ് ആണ്. നമുക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾക്ക് അവരുടെ തന്നെ ചുണ്ടിന്റെ നിറം പോലെ തോന്നൂലേ, നാച്ചുറൽ ആയിട്ട് തോന്നുന്ന രീതിയിലുള്ള ഷെയ്ഡ്. നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ ചിലപ്പോൾ ഭയങ്കര റെഡ് പോലെ തോന്നും, പക്ഷെ അത് ഇട്ട് വരുമ്പോഴത്തേക്കും നല്ല മനോഹരമായിട്ടുള്ള ഒരു ഷെയ്ഡാണ് നമുക്ക് കിട്ടുന്നത്. എനിക്ക് ഈ ഷെയ്ഡ് വേരിയേഷൻ ഉണ്ടല്ലോ, നമ്മളുടെ കമ്പനിയിൽ ഇപ്പൊ ഇറക്കിയിട്ടുള്ള ഒരു ഷെയ്ഡ് വേരിയേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതാണ് ആ ഒരു ഷെയ്ഡ്. ഇതാണ് ഞാൻ ഇന്ന് യൂസ് ചെയ്തിട്ടുള്ള ലിപ്സ്റ്റിക്, ഇതാണ് കേട്ടോ. അപ്പോ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഷെയ്ഡാണ്. അപ്പൊ ഇതാണ് നമ്മളുടെ 5 ലിപ്സ്റ്റിക്സും വരുന്നത്. നമുക്ക് ഷെയ്ഡിന്റെ ഒരു വ്യത്യസ്തത മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? കളർ വേരിയേഷൻ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത്. ഇതാണ് സെക്കൻഡ് ഷെയ്ഡ്. ഈ പിങ്ക് ആണ്. തേർഡ് ഈ ഒരു റെഡ് ആണ്. ഫോർത്ത് വരുന്നത് ഈ ഒരു പിങ്കിഷ്, ഒരു റോസ് പോലത്തെ കളറാണ്. ലാസ്റ്റ് വരുന്നത് ഈ ഒരു ഓറഞ്ച് പോലുള്ള ഒരു ഷെയ്ഡാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ 5 ലിപ്സ്റ്റിക്സ്. ഇനി ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ നെയിൽ പോളിഷ് ഞാൻ ഇട്ടൊന്നും കാണിക്കുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരാം. ഇത് നമ്മളുടെ മെജസ്റ്റിക് മെറൂൺ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഒരു മെറൂൺ ഷെയ്ഡിലാണ് ഇത് വരുന്നത്. പാക്കേജിംഗ് ഒക്കെ അടിപൊളി, ഒന്നും പറയാനില്ല. നല്ലൊരു മെറൂൺ കളറിലാണ് നമുക്കിത് വരുന്നത്. നമ്മളുടെ നെയിലിൽ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ല ബ്രഷാണ്, നല്ല കളറാണ്. അപ്പൊ ഇതാണ് നമ്മളുടെ മെജസ്റ്റിക് മെറൂൺ വരുന്നത്.
ഇനി സെക്കൻഡ് വരുന്ന ഷെയ്ഡ് ഇതാണ്. പിങ്ക് പോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണിത്. നല്ലൊരു പിങ്ക് ഷെയ്ഡാണ്. അത് യൂസ് ചെയ്യണതിന് മുമ്പ് നമ്മൾ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. തുറക്കാൻ പറ്റുള്ള നല്ല ടൈറ്റ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ പിങ്ക് പോപ്പ്. നല്ല ബ്രൈറ്റ് പിങ്ക് കളറിലുള്ളൊരു നെയിൽ പോളിഷ് ആണ്. ഇനി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡ്, എനിക്ക് എല്ലാ ഷെയ്ഡ്സും കിട്ടിയിട്ടില്ല, 3 ഷെയ്ഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷെയ്ഡ്. നല്ലൊരു ഗോൾഡൻ മെറ്റാലിക് ഷെയ്ഡാണ്. ഇത് വരുന്നത് ഗോൾഡൻ റഷ് എന്നാണ് ഈ ഒരു നെയിൽ പോളിഷിന്റെ പേര് വന്നിട്ട്. നല്ല പാർട്ടി വെയർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മനോഹരമായിട്ടുള്ള ഒരു ഷെയ്ഡാണ്. നമുക്കും കുട്ടികൾക്കും ഒക്കെ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടായിരിക്കും. നല്ല എന്താ പറയാ, ബ്രൈഡ്സ് ഉണ്ടല്ലോ, പുതുവെണ്ണിനൊക്കെ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ടിരിക്കും. ഇനി നെക്സ്റ്റ് നമ്മളുടെ കാജൽ. ഇത് നമ്മളുടെ കാജലാണ്. ഓക്കെ, ഇതാണ് നമ്മൾ കാജല്. റിട്രാക്റ്റബിൾ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായിണ്ടാവില്ല. ഇങ്ങനെയാണ് ഇതിന്റെ ഇത് വരിക. ഇത് നമ്മൾ ഇങ്ങനെ ഒന്ന് തിരിക്കണം. ഇതിങ്ങനെ നമ്മളൊന്ന് തിരിക്കുമ്പോ ലിപ്സ്റ്റിക് ഒക്കെ തിരിക്കില്ലേ, അതുപോലെ തിരിക്കുമ്പോ ഇതിങ്ങനെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുറത്തോട്ട് വരും. കണ്ടോ, ഇതിനെയാണ് റിട്രാക്റ്റബിൾ എന്ന് പറയാം. കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കണ്ടോ, അത് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരിക്കും. നമ്മൾ തിരിക്കുമ്പോൾ, ബാക്കിൽ തിരിക്കുമ്പോൾ ഇങ്ങനെ പുറത്തേക്ക് വരും. അതിനെയാണ് റിട്രാക്റ്റബിൾ എന്ന് പറയാ. റിട്രാക്റ്റബിൾ ആയിട്ടുള്ള കാജലാണ്. ഞാൻ കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞല്ലോ, ഒറ്റ ഷെയ്ഡിൽ നമുക്ക് ഒറ്റ പ്രാവശ്യം നമ്മൾ ഇടുമ്പോ തന്നെ നമുക്ക് നല്ല ബ്ലാക്ക് കളർ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക്. അപ്പൊ ഇത് എന്റെ കയ്യിൽ ഞാൻ ജസ്റ്റ് ഒന്ന് വരയ്ക്കാൻ പോണ്. ഒറ്റ സ്ട്രോക്ക് കേട്ടോ. കേട്ടോ, ഒറ്റ വരയില് നമുക്ക് ഇത്രയും ഡാർക്ക് ഷെയ്ഡ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കൂടുതൽ ഡാർക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളൊന്നും ഇങ്ങനെ 2-3 പ്രാവശ്യം ഇങ്ങനെ വരച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഡാർക്ക് ആയിട്ട് നമുക്ക് കിട്ടും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കടാ. ഇത് ജസ്റ്റ് സ്മജ് പ്രൂഫ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ സ്മജ് പ്രൂഫ് ആണ്, പക്ഷെ ചെറുതായിട്ട് പരക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അത് എനിക്ക് നല്ലതായിട്ടാണ് തോന്നുന്നത്. എന്താ വെച്ചാൽ കണ്ണിൽ ഞാൻ കൂടുതൽ ഹാർഷ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കാറില്ല. കണ്ണ് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ. അപ്പൊ കുറച്ച് സ്മജ് ആയാലും കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. നല്ല ബ്ലാക്ക് ഷെയ്ഡാണ്. ഇനി നമ്മളുടെ ഐലൈനർ, മസ്കാര എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഹെലോന്റെ ഐലൈനർ ആണ്. ജെറ്റ് ബ്ലാക്ക് ആണ് വരുന്നത്. വാട്ടർ പ്രൂഫ് ആണ്, സ്മജ് പ്രൂഫ് ആണ്. നല്ല എന്താ പറയാ, ചെറിയ ബ്രഷ് ആണ്. കണ്ടോ, ചെറിയ ബ്രഷ് ആണ്. നമുക്ക് നല്ല നല്ല മനോഹരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐ ലൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചെറിയ ലൈൻസും അതുപോലെ തന്നെ വീതിയുള്ള ലൈൻസും ഒക്കെ ഇത് വെച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കുറച്ചു നേരം നമ്മളൊന്ന് കാറ്റ് കൊണ്ട് കഴിഞ്ഞു കഴിഞ്ഞാല് ഇത് ഉണങ്ങും ചെയ്യും. പിന്നെ ഇത് പോവില്ല. വെള്ളം വെച്ച് നമ്മൾ തുടച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പോലും ഇത് പോവില്ല. ഇത് ഉണങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് കാണാം, പോകുന്നില്ലല്ലോ. ഓക്കെ, എന്ന് വെച്ചാൽ സ്മജ് പ്രൂഫ് ആണ്. ടൈം ആയിട്ടുണ്ട് അല്ലെ. സ്മജ് പ്രൂഫ് ആണ്, വാട്ടർ പ്രൂഫ് ആണ് എന്ന് ആണ് കാണിക്കാൻ ഉദ്ദേശിച്ചത്. അപ്പൊ എന്തായാലും ഇൻഷാല്ലാ ഞാൻ ഇതുവരെ കാണിച്ച പ്രൊഡക്റ്റുകളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് നല്ലൊരു ധാരണ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സമയം ഒരുപാട് വൈകിപ്പോയി. ഇതിന്റെ മുമ്പ് തീർക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നു, പക്ഷെ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയണം എന്നുള്ളത് കൊണ്ടാണ് കുറച്ച് ടൈം കൂടുതൽ എടുത്തത്. എന്തായാലും എല്ലാ പ്രൊഡക്റ്റുകളും വളരെ നല്ല പ്രൊഡക്ട്സ് ആണ്. ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഷെയ്ഡ് വന്നിട്ട് നമ്മളുടെ L5 എന്ന് പറഞ്ഞിട്ടുള്ള കാരമൽ കാൻഡി എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് ഞാനിപ്പോ യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു ഓറഞ്ച് ഷെയ്ഡിൽ വരുന്ന ലിപ്സ്റ്റിക് ആണ്. ഇപ്പൊ യൂസ് ചെയ്തിട്ടുള്ള കാജൽ ആണെങ്കിലും ഐലൈനർ ആണെങ്കിലും ഒക്കെ നമ്മളുടെ കമ്പനിയുടെ തന്നെയാണ്. പിന്നെ ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു ടിപ്പും കൂടി പറഞ്ഞു തരാം. നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ പുറത്ത് പോകുമ്പോ ഒരു കാജലും ഒരു ലിപ്സ്റ്റിക്കും മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കാം. പെൺകുട്ടികൾ ശ്രദ്ധിക്കാട്ടാ. എഴുതാ നിങ്ങൾക്ക് ഉള്ളില് തന്നെ പുറത്ത് നിങ്ങൾക്ക് എഴുതാം. അതുപോലെ തന്നെ ഐലൈനർ എഴുതുന്ന ഭാഗത്ത് നിങ്ങൾക്ക് ഈ ഒരു കാജൽ വെച്ച് തന്നെ നിങ്ങൾക്ക് ചെറിയൊരു കൺമഷി എഴുതാനായിട്ട് സാധിക്കും. ഇനി ഈ ഒരു ലിപ്സ്റ്റിക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ലിപ്സ്റ്റിക് നിങ്ങൾ ലിപ്പിൽ അപ്ലൈ ചെയ്യാം. ലിപ്പിൽ അപ്ലൈ ചെയ്തതിനു ശേഷം ഈ സാധനം തന്നെ എടുത്തിട്ട് അത് എപ്പോഴും യൂസ് ചെയ്യരുത് കേട്ടോ. നിങ്ങൾ വീട്ടിലല്ല, നിങ്ങളെ കയ്യിൽ ഒരു ലിപ്സ്റ്റിക് മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് ഒന്ന് ഒരുങ്ങണം എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇത് ചെയ്യാൻ പാടുള്ളൂ. എപ്പോഴും ഉപയോഗിക്കരുത്. നിങ്ങളുടെ ചീക്സിൽ, നിങ്ങളുടെ കവിളിന്റെ ഈ ഒരു ഭാഗത്തും ഈ ഒരു ലിപ്സ്റ്റിക് തന്നെ ഏതാണോ നിങ്ങളെ കയ്യിലുള്ളത് അതൊന്ന് തൊട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് സ്മജ് ചെയ്യുക. അത് തന്നെ ആ സെയിം കളർ തന്നെ നിങ്ങളുടെ കണ്ണിന്റെ പോളയുടെ മുകളിലും നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ
ഒരു ഫുൾ മേക്കപ്പ് നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. ലിപ്സ്റ്റിക്സ് പൊതുവെ നമ്മൾ ബ്ലഷ് ആയിട്ട് കണ്ണിന്റെ മുകളിൽ ഇടരുത് എന്നാണ് പറയാ. പക്ഷെ നമ്മളുടേത് പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള പിഗ്മെന്റ് അല്ലേ, അതുകൊണ്ട് പ്രശ്നമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞു തന്നത്. എന്തായാലും ഇൻഷാല്ലാ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകരിച്ചിട്ടുണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്.